തേങ്ങ റെഡിയായി വെച്ചിട്ടുണ്ട്. ജാഗ്രി മെൽറ്റ് ചെയ്തത്. ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ജാഗ്രി മെൽറ്റാക്കി വെച്ചിട്ടില്ലേ, അതായത് വെല്ലം ഉരുക്കിയത്, അത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം അടയുണ്ടാക്കുന്ന മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അതൊരു ഇലയിലേക്ക് മാറ്റി അതൊന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് വലുതാക്കി കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അതിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ കുറച്ച് മുന്നേ അതിൻ്റെ ഫില്ലിങ്സ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് കുക്കറിൽ, അതായത് കുക്കറല്ല സോറി, മറ്റേ വെച്ചിട്ട് സ്റ്റീം ചെയ്താൽ മതി. ഒരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താൽ നമ്മളെ അട റെഡിയാവും. സോ അതിൻ്റെ വീഡിയോ ആണിത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, അവരെ സ്പെഷ്യലാണിത്. ഗിരിജ ആൻറ്റി എന്നാണ് അവരെ പേര്. അവരെ സ്പെഷ്യലാണ് ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.